ഒരു നിമിഷം കൂടെ ശിരസ്സുകളെ നമിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെയും ഇരുത്തുവാൻ പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളുമെന്ന് വാഗ്ദത്തം ചെയ്ത കർത്താവ്, കർത്താവെ അങ്ങ് കൃപ ചെയ്യണം. ദൈവരാജ്യത്തിന്റെ വക്താക്കളാക്കി ഞങ്ങളെ മാറ്റണം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അടിയങ്ങളോട് ഹൃദ്യമായി സംസാരിക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഹല്ലേലൂയ. ദൈവരാജ്യത്തെ കുറിച്ച് കഴിഞ്ഞ വിശുദ്ധ ദിവസം നമ്മൾ അല്പമായി ചിന്തിച്ചു. യോഹന്നാൻ പസ്മോസ് ദ്വീപിൽ വെച്ച് കാണുന്ന ഒരു വെളിപ്പാടാണ്. മണവാളന് വേണ്ടി ഒരുക്കപ്പെട്ട മണവാട്ടിയെ പോലെ പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം സ്വർഗത്ത് നിന്ന് ഇറങ്ങി വരുന്നത് യോഹന്നാൻ വെളിപ്പാടിൽ കാണുകയാണ്. ഈ ദിവസങ്ങളിൽ അത് ഭൂമിയിൽ യാഥാർത്ഥ്യമാകുവാൻ തക്കവണ്ണം കർത്താവിന്റെ വചനം പറയുന്നു, ഈ ഭൂമി തീക്കായി സൂക്ഷിച്ചിരിക്കുന്നു. ഈ ഭൂമി മാറിപ്പോകുമ്പോൾ പുതിയൊരു ഭൂമി സൃഷ്ടിക്കപ്പെടണം. പുതിയ രാജ്യം സ്ഥാപിക്കുവാൻ ആവശ്യമുള്ള, കത്തിച്ചു കളയുവാൻ ആവശ്യമുള്ള ആറ്റം ബോംബ് ഈ ഭൂമിയിൽ കുഴിച്ചിട്ടിട്ട് ഓരോ രാജ്യങ്ങളും കാത്തിരിക്കുകയാണ്. ഒരാൾ ഇങ്ങോട്ട് അടിച്ചാൽ തിരിച്ചടിക്കാൻ കണക്കാക്കി. ഇന്ന് പകൽക്കാലം ഈ ലോകത്തിൻ്റെതായ സ്ഥിതി അന്ത്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ, കർത്താവിന്റെ വരവിന്റെ ലക്ഷണങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഒരുങ്ങുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? ആ ദൈവരാജ്യത്തിനകത്തേക്ക് നമുക്ക് എത്തിച്ചേരുവാനായിട്ട് കഴിയുമോ? യേശു കർത്താവ് ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ കർത്താവ് അങ്ങനെ പഠിപ്പിച്ചു, കർത്താവ് നിന്റെ രാജ്യം വരേണമേ, നിന്റെ രാജ്യം ഭൂമിയിൽ വരേണം, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണം. ദൈവരാജ്യത്തിന്റെ പ്രത്യേകത, ദൈവരാജ്യത്തെ ശ്രേഷ്ഠമാക്കുന്നത് സ്വർഗത്തിലെ ദൈവമാണ് സ്വർഗത്തിലെ ഭരണം നടത്തുന്നത്. വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നു, കുഞ്ഞാടാണ് അവിടുത്തെ ഭരണം ഏറ്റെടുത്ത് നടത്തുന്നത്. കുഞ്ഞാടാണ് അവിടുത്തെ വിളക്ക്. അപ്പോ സ്വർഗത്തിലെ വിളക്ക് കുഞ്ഞാടാണെന്ന് പറയുമ്പോൾ കഴിഞ്ഞ ഞായറാഴ്ച ദൈവജന പ്രസംഗ ദൈവദാസൻ ഓർപ്പിച്ചതുപോലെ രത്നങ്ങൾ കൊണ്ട് മുഖരിതമായ ആ സ്ഥലത്ത് ഒരു വിളക്ക് കത്തിച്ചു വെച്ചാൽ ആ പ്രകാശം ആ പ്രദേശം മുഴുവനും വ്യാപിക്കുവാനായിട്ടിടയായി തീരും. അപ്പൊ ദൈവത്തിന്റെ ദൈവരാജ്യം ഭൂമിയിൽ സ്ഥാപിക്കപ്പെടുവാൻ അത് കാലമായി എന്ന് കാല സാഹചര്യങ്ങൾ നമ്മെ വിളിച്ചറിയിക്കുമ്പോൾ എനിക്ക് ആ ദൈവരാജ്യത്തിൽ എത്തുവാനായിട്ട് കഴിയുമോ? നമ്മൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ വേർവിട്ട് ദൈവത്തെ ആരാധിക്കുന്നത്, വ്യത്യസ്തമായി ദൈവത്തെ ആരാധിക്കുന്നത്, ഇന്നലകൾ നമ്മൾ ആയിരുന്ന അവസ്ഥയിൽ നിന്ന് നമ്മൾ വേറിട്ട് ജീവനുള്ള ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്നത്, വ്യത്യസ്തമായി കർത്താവിന്റെ മേശയിൽ പങ്കെടുക്കുന്നതൊക്കെ നമ്മെ ഓരോ പടിയിലും ദൈവരാജ്യത്തോട് നമ്മെ അടുപ്പിക്കുന്നതാണ്. അപ്പൊ ദൈവരാജ്യത്തോട് അടുപ്പിക്കുവാൻ നമ്മൾ ഇതിനെ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഞാൻ സാധാരണ ഉപവാസ പ്രാർത്ഥനകൾ ഓർപ്പിക്കാറുണ്ട്. ഒരു ബൈക്ക് 2500 കിലോമീറ്റർ ഈ റോഡിലൂടെ ഓടിക്കഴിയുമ്പോൾ ആ ബൈക്ക് പറയും, എന്റെ അകത്തുള്ള ഓയിലിന് അതെ നിറം മാറി, അതുകൊണ്ട് ഇതും മാറ്റിയിട്ട് പുതിയ ഓയില് ഒഴിക്കണമെന്ന്. ഒരു കാർ ഒരു 10,000 കിലോമീറ്റർ റോഡിൽ ഓടിക്കഴിയുമ്പോൾ അതിന്റെ എഞ്ചിൻ പറയും, എന്റെ അകത്തിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന ആ ഓയിലിന്റെ നിറം മാറി, അതിനെ മാറ്റിയിട്ട് പുതിയ ഓയിൽ ഒഴിക്കണമെന്ന്.
ഒരു പുതിയ വാഹനം വാങ്ങി, അതേ വർഷങ്ങളായിട്ട് ഇങ്ങനെ ആ ഉള്ള പുതിയ വണ്ടിയില് പുതിയ ഓയിലാണ് ഒഴിച്ചത്, അല്ലെങ്കിൽ ഇത്ര ലക്ഷം രൂപ കൊടുത്തതാണ് വാങ്ങിയതാണെന്ന് പറഞ്ഞിട്ട് അതിന് ഓയിൽ ചേഞ്ച് ചെയ്യാതെ, അതിന്റെ അതേ മെയിൻ്റനൻസ് വർക്ക് ചെയ്യാതെ വണ്ടി ഓടിച്ചാൽ കുറെ നാള് കഴിയുമ്പോൾ, ഒരു 10-15,000 കിലോമീറ്റർ ഒക്കെ ഓടുമ്പോൾ അതിനകത്തുള്ള ഓയിൽ തീരുകയും ആ വാഹനം കത്തിപ്പോകാൻ അത് ഇടയായി തീരുകയും ചെയ്യും. നമ്മൾ എന്തിനാ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്? നമ്മുടെ ഈ ലോക ജീവിതത്തിൽ, ഈ ദുഷ്ടത നിറഞ്ഞ പാപം നിറഞ്ഞ ലോകത്തിൽ ജീവിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ വന്നു പറ്റുന്ന, നമ്മൾ അറിയാതെ വന്നു പറ്റുന്നതായ പൊടിപടലങ്ങൾ, അതേ പാപത്തിന്റെ ചിന്തകളൊക്കെ ഒന്ന് കഴുകിക്കളയുവാൻ ഉപവാസത്താലും പ്രാർത്ഥനയാലും ദൈവത്തോട് അടുത്തു വന്ന് നമ്മുടെ ശോധന ചെയ്ത് കുറവുകളെ ഏറ്റുപറഞ്ഞ് ഒരു പടി കൂടെ ദൈവരാജ്യത്തോട് അടുപ്പിക്കുന്നതാണ് ഉപവാസം. ഉപവാസവും പ്രാർത്ഥനയും ഇല്ലാതെ ഞായറാഴ്ച ക്രിസ്ത്യാനികളായി മാത്രം ജീവിക്കുന്ന ആളുകളുടെ അവസ്ഥ ഒരു ദിവസം ഒരു പുക വരുമ്പോഴേ അറിയുള്ളൂ. ഇല്ല, നമ്മൾ മടങ്ങി വരണം. കിട്ടുന്ന അവസരങ്ങളിലൊക്കെ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ, ഉപവസിക്കുവാനും പ്രാർത്ഥിക്കുവാനും കിട്ടുന്ന അവസരങ്ങളിലൊക്കെ മാസത്തിൽ 3 ദിവസങ്ങൾ ആലയത്തിൽ ഉപവാസ പ്രാർത്ഥന വെച്ചിരിക്കുന്നത് അത് പാസ്റ്റർക്ക് വേണ്ടി മാത്രമല്ല, അത് ആഗ്രഹിക്കുന്നവർക്കെല്ലാം അതിനകത്ത് ഒന്ന് സംബന്ധിക്കാം. അവിടെ പ്രായ വ്യത്യാസമൊന്നുമില്ല. അതേ സാഹചര്യങ്ങൾ എല്ലാവരെയും ഞാൻ നിർബന്ധിക്കുന്നില്ല. കൂലിപ്പണികൾ ചെയ്യുന്നവർക്ക് സ്ഥിരമായി പോയില്ലെങ്കിൽ ചിലപ്പോൾ ജോലി നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങൾ വന്നേക്കാം. ഞാൻ ഒരു കാലത്ത് കൂലിപ്പണി ചെയ്തിട്ടുള്ള മനുഷ്യനാണ്. അതുകൊണ്ട് അറിയാം, ഒരു ദിവസം ലീവ് എടുത്താൽ പിന്നെ ഒരാഴ്ച മെനക്കെടേണ്ടി വരും. അത് ഞാൻ പറയട്ടെ, അങ്ങനെ ഉള്ളവർ അങ്ങനെ ഇതെല്ലാം ദൈവം അറിയുന്ന കാര്യമാണ്, മനുഷ്യനറിയുന്ന കാര്യമില്ല. സാഹചര്യങ്ങൾ ഉള്ളവരെല്ലാം ദൈവത്തിന്റെ സന്നിധിയിൽ വന്ന് കർത്താവിന്റെ വചനത്തിന്റെ മുമ്പിൽ സമർപ്പിക്കപ്പെട്ട് നമ്മെ തന്നെ ശോധന ചെയ്ത് ഓരോ മാസവും നമ്മുടെ ജീവിതത്തിലെ കുറവുകളെ ദൈവത്തോട് ഏറ്റുപറഞ്ഞ്, അതേ സ്തോത്രം, ഈ പുതിയ വാഹനം ഓടുമ്പോൾ ആ വാഹനം ആഗ്രഹിക്കാത്തതാണ് പൊടിപടലങ്ങൾ അടിക്കുക എന്നുള്ളത്. ആ വാഹനം അറിയാതെ പൊടിപടലങ്ങൾ അടിക്കും. അതിനെ സർവീസ് ചെയ്യണം, അതിന്റെ ഓയിൽ മാറണം, അതിനെ റീകണ്ടീഷൻ ചെയ്താൽ പിന്നെയും സുഗമമായി ഓടിക്കാൻ കഴിയും. നമ്മുടെ ആത്മീക ജീവിതത്തിൽ നമ്മൾ അറിയാതെ വന്നു പറ്റുന്നതായ പൊടിപടലങ്ങളും പാപത്തിന്റെ ചിന്തകളെല്ലാം അത് തിരിച്ചറിഞ്ഞ കണ്ണാടിയിലൂടെ നോക്കി നമ്മുടെ കുറവുകളെ ഏറ്റുപറഞ്ഞ് കർത്താവിനോട് ഒരു പടി കൂടെ അടുക്കുവാൻ നമുക്ക് ഉപവാസ പ്രാർത്ഥനകൾ കാരണമായി തീരും. അതിന് സഹായകരമായിട്ടാണ് ഈ കർത്താവിന്റെ മേശ. യേശു കർത്താവ് ശിഷ്യന്മാരുമായി ഒടുവിലായി ഈ മേശ പങ്കിടുമ്പോഴേക്കും കർത്താവ് പറയും, 14-ാം വാക്യം മുതൽ ഒന്ന് വായിക്കാം. സമയമായപ്പോൾ അവൻ അപ്പോസ്തലന്മാരുമായി ഭക്ഷണത്തിനിരുന്നു. അവൻ അവരോട്, ഞാൻ കഷ്ടം അനുഭവിക്കും മുമ്പേ ഈ പെസഹ നിങ്ങളോട് കൂടെ കഴിപ്പാൻ വാഞ്ചയോടെ ആഗ്രഹിച്ചു. യേശു കർത്താവ് പറയുന്നു, ഞാൻ കഷ്ടം അനുഭവിക്കുന്നതിന് മുമ്പ് വളരെ വാഞ്ചയോടെയാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നതാണ് ഈ കർത്തൃമേശ. നമ്മൾക്ക് എത്രമാത്രമാണ് വാഞ്ചയുള്ളത്, എത്രമാത്രമാണ് വാഞ്ചയോടെ ഈ കർത്താവിന്റെ മേശയിലേക്ക് വരുവാനായിട്ട് അത് ആഗ്രഹിക്കുന്നത്. ആ എത്രമാത്രം ആർത്തിയോടെയാണ് ദൈവസന്നിധിയിലേക്ക് കടന്നു വന്നത്. ഇന്നത്തെ കർത്തൃമേശ എനിക്കും അനുഭവിക്കണമെന്ന് പറയുവാൻ. അപ്പൊ ആ ഒരു ആർത്തി ഉള്ളവനെ തൃപ്തിപ്പെടുത്തുന്നവനാണ് നമ്മുടെ ദൈവം. ആ ദാഹത്തോടെ നമ്മൾ കടന്നു വരുമ്പോൾ സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമാണെങ്കിലും ആ കർത്താവിന്റെ മേശയിൽ പങ്കാളിത്തം വഹിക്കുന്നത് എന്റെ ആത്മീയ ജീവിതത്തിൽ അനുഗ്രഹമാണെന്ന് നമ്മൾ സ്വയം തീരുമാനിക്കുകയും അങ്ങനെ സമർപ്പിക്കുകയും ചെയ്യുമ്പോൾ അതിന് ദൈവം സാഹചര്യങ്ങളെ ഒരുക്കി തരുവാനിടയായി തീരും. ഇവിടെ കർത്താവ് അവിടെ പറയുന്നു, അടുത്ത വാക്യം കൂടെ വായിക്കാം. അത് ദൈവരാജ്യത്തിൽ നിവർത്തിയാകുവോളം ഞാൻ ഇനി അത് കഴിക്കയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. താൻ അനുഭവിക്കാൻ പോകുന്ന കഷ്ടതകള്, ആ കഷ്ടം അനുഭവിക്കും മുമ്പേ ഈ കർത്താവിന്റെ മേശ അനുഭവിക്കുവാൻ ഞാൻ ഏറെ വാഞ്ചയോടെ ആഗ്രഹിച്ചു. പക്ഷേ അത് എനിക്ക് അനുഭവിക്കുവാൻ ഭാഗ്യം ലഭിച്ചു. ശിഷ്യന്മാരോടൊത്ത് ഈ മേശ പങ്കിടുവാൻ അവസരം ലഭിച്ചു എന്നാണ് കർത്താവ് പറയുന്നത്. അത് കർത്താവ് ഒരു ഭാഗ്യകരമായ പദവിയായിട്ട് പറയുമ്പോൾ
നമ്മൾ എത്രമാത്രമാണ് അതൊരു ഭാഗ്യകരമായ പദവിയായിട്ട് അംഗീകരിക്കുകയും ഏറ്റെടുക്കുകയും ചെയ്യുന്നത്. അപ്പൊ യേശു കർത്താവിനോടൊപ്പം പെസഹ കർത്താവിന്റെ മേശയിൽ പങ്കെടുത്തവർ പലരും ദൈവസേന തെറ്റിപ്പോയി. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചു അല്ലെ, യേശു കർത്താവ് ദേവദാസൻ പ്രസംഗിച്ചപ്പോൾ ഓർപ്പിച്ചു, യേശു കർത്താവ് അതിൽ നിന്ന് കർത്തൃമേശ എടുത്തു കഴിഞ്ഞപ്പോൾ പിശാച് യൂദയിൽ കിടന്നു യേശുവിനെ ഒറ്റിക്കൊടുക്കുവാൻ തോന്നിച്ചു. പത്രോസ് യേശുവിനെ തള്ളിപ്പറഞ്ഞു. പക്ഷെ യൂദയ്ക്ക് മാനസാന്തരത്തിലുള്ള അവസരം ഉണ്ടായില്ല. അവൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതാണ്. പത്രോസ് സാഹചര്യത്തിനനുസരിച്ചാണ് ചെയ്തത്. പക്ഷെ പത്രോസ് ദൈവത്തിനെ കരഞ്ഞു നിലവിളിച്ചപ്പോൾ ദൈവം അവനോട് ക്ഷമിച്ചു. അവനെ കൊണ്ട് ദൈവം വൻകാര്യങ്ങളെ ചെയ്യിക്കുവാൻ ഇടയായി തീർന്നു. നമ്മെ കൊണ്ട് ദൈവത്തിന് എന്തെങ്കിലും ചെയ്യിക്കുവാൻ ആഗ്രഹമുണ്ടെന്ന് അറിയുമ്പോഴാണ് ശത്രു നമുക്കെതിരെ പോരാടുന്നത്. അപ്പൊ നമ്മെ തകർത്ത് കളയുവാൻ ശത്രു പലപ്പോഴും കെണിയൊരുക്കുന്നത് നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ തകർച്ച കാണാൻ അവൻ കൊതിച്ച. നമ്മൾ ആത്മാവിൽ ബലപ്പെട്ടാൽ, ആത്മാവിൽ പ്രാപിച്ചാൽ ശത്രുവിന്റെ തല തകരുമെന്ന് അറിയാം. യേശു കർത്താവിനെ ക്രൂശിക്കുമ്പോൾ കർത്താവ് കാൽവരിയിൽ വെച്ച് പിശാചിന്റെ തലയെ തകർക്കുമെന്ന് അറിഞ്ഞിരുന്നു എങ്കിൽ അവൻ ക്രൂശിക്കാൻ വിട്ടുകൊടുക്കില്ലായിരുന്നു. ഇന്ന് പകൽക്കാലം എന്റെ കർത്താവ് കാൽവരിയിൽ കഷ്ടം സഹിച്ചത് അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം നേടിത്തരുവാൻ ഇന്ന് പകൽക്കാലം എത്ര പേരാണ് അത് വാഞ്ചയോടെ, അത് എന്റെ വിടുതലിന് വേണ്ടിയാണ് എന്റെ കർത്താവ് കാൽവരിയിൽ കഷ്ടം അനുഭവിച്ചതെന്ന് ഏറ്റെടുക്കുവാൻ തയ്യാറാകുന്നു. അവിടെ മേല ദൈവത്തിന്റെ വിടുതൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുക. ഇത് എന്റെ വിടുതലിന് വേണ്ടിയാണ്, എന്റെ രോഗസൗഖ്യത്തിന് വേണ്ടിയാണ്, എന്റെ ആത്മീക നിലനിൽപ്പിന് വേണ്ടിയാണ് എന്റെ പ്രാണപ്രിയൻ കഷ്ടം സഹിച്ചതെന്ന് ഓർക്കുവാൻ നമുക്ക് കഴിയണം. ഹല്ലേലൂയ. കർത്താവ് കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് തന്റെ ഉഴവ് ചാലുകൾ പോലെ കീറപ്പെട്ടത് എന്റെയും നിങ്ങളുടെയും വിടുതലിന് വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ. ഒരിക്കൽ ശലോമോൻ ഉത്തമഗീതത്തിൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ആ ഇടയ പെൺകുട്ടിയോട്, എന്താ നിന്റെ പ്രിയൻ ഇത്ര പ്രത്യേകത? അവൾ പറയുന്നു, എന്റെ പ്രിയൻ 10,000 പേരിൽ ഒരു ശ്രേഷ്ഠനാണ്. അവൻ എനിക്ക് കോമളനാണ്. അതേ, ലോകം പറയുന്നു അവൻ വികൃത രൂപിയാണ്, കാണാൻ കൊള്ളാത്തവനാണ്. അതേ, ശരീരം മുഴുവനും പാടുകൾ കൊണ്ട് നിറഞ്ഞവനാണ്, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യമില്ലാത്തവനാണ്. പക്ഷെ നീ എന്താ അവനെ കാത്തിരിക്കുന്നത്? ആ ഇടയ പെൺകുട്ടിക്ക് പറയുന്നൊരു മറുപടി ഉണ്ട്. എന്നെ തകർക്കാൻ വന്ന ആ കാട്ടുമൃഗങ്ങളോടുകൂടെ ഈ യൗവനക്കാരൻ പോരാടി എന്നെ ആ കാട്ടുമൃഗത്തിന്റെ വായിൽ നിന്ന് വലിച്ചെടുക്കുവാൻ തക്കവണ് കാട്ടുമൃഗത്തോട് പോരാടിയാണ് ഈ മനുഷ്യൻ ഇങ്ങനെ വികൃത രൂപിയായത്. അവൻ എന്നേക്ക് 10,000 ശ്രേഷ്ഠനാണ്. ഇന്ന് പകൽക്കാല എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി കാൽവരിയിൽ തകർക്കപ്പെട്ട എന്റെ യേശു എന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി, എന്റെ ദൈവരാജ്യത്തിന് വേണ്ടി ഒരുക്കപ്പെടുവാൻ എന്റെ കർത്താവ് കാൽവരിയിൽ തകർക്കപ്പെട്ടു. ആ ഒരു ആത്മഭാരത്തോടെ ഈ കർത്താവിന്റെ മേശയിലേക്ക് വരുമ്പോ, എനിക്ക് വേണ്ടി കാൽവരിയിൽ ഒഴുകപ്പെട്ട രക്തമാണ് ഞാൻ കുടിക്കുന്നു എന്ന ബോധത്തോടുകൂടെ കർത്താവിന്റെ മേശയിൽ മുട്ടുമടക്കുമ്പോൾ, അതാ അവിടെയാണ് ആ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ കഴിയുന്നത്. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിന്റെ നിറഞ്ഞ സാന്നിധ്യം ആലയത്തിനകത്തുണ്ടോ? അത് ഓരോരുത്തരെയും തൊടുന്നൊരു പകൽക്കാലമായി ഇത് മാറണം. ഇവിടെ ദൈവ സാന്നിധ്യം ചില ബലഹീനതകളെ മാറ്റുന്ന, ചില ഭാരങ്ങളെ മാറ്റുന്ന, ചില രോഗബന്ധനങ്ങളെ അഴിക്കുന്ന, ചില പാരമ്പര്യ ശക്തികൾ പോരുന്ന, ചിലരെ പുറത്തു കൊണ്ടുവരുന്ന, നന്മയ്ക്കെതിരെ വെല്ലുവിളിക്കുന്ന, ചില പ്രതിസന്ധികളെ അഴിച്ച, ബിസിനസ്സിനെതിരെ വെല്ലുവിളിക്കുന്ന, ചില പ്രതികൂലങ്ങളെ മാറ്റി നമ്മെ പുറത്തു കൊണ്ടുവരുന്ന ഒരു ദിവസമായി ഇന്ന് പകൽക്കാല ദൈവം നമ്മെ വേർതിരിക്കണം. അതിനായിട്ടാണ് കർത്താവ് നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നത്. നമ്മെ കൂട്ടിവെക്കുന്നത് വെറുതെയല്ല. ഹല്ലേലൂയ. നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. ദൈവരാജ്യം വരുവോളം ഞാൻ മുന്തിരിവള്ളിയുടെ അനുഭവം ഇന്നു മുതൽ കുടിക്കയില്ല എന്ന് യേശു ശിഷ്യന്മാരോടായി പറയുകയാണ്. അപ്പൊ ദൈവരാജ്യം വരുവാൻ കാത്തിരിക്കുന്ന ഒരു കർത്താവ്. ഈ ലോകത്തിൽ യേശുവായിരുന്നപ്പോൾ ദൈവരാജ്യത്തെ കുറിച്ച് ധാരാളം അനുഭവങ്ങളെ പറഞ്ഞു. മത്തായി സുവിശേഷം
13-ാം അധ്യായത്തിന്റെ 24-25 വാക്യങ്ങൾ വായിക്കാം. മത്തായി സുവിശേഷം 13-ാം അധ്യായം 24-25 വാക്യങ്ങൾ. അവൻ മറ്റൊരു ഉപമ അവർക്ക് പറഞ്ഞു കൊടുത്തു. സ്വർഗരാജ്യം ഒരു മനുഷ്യൻ തന്റെ നിലത്തിൽ നല്ല വിത്ത് വിതച്ചതിനോട് സദൃശ്യമാകുന്നു. മനുഷ്യൻ ഉറങ്ങുമ്പോൾ അവന്റെ ശത്രു വന്ന് കോതമ്പിന്റെ ഇടയിൽ കള വിതച്ച് പൊയ്ക്കളഞ്ഞു. ഞാറ് വളർന്നു, കതിരായപ്പോൾ കളയും കാണായി വന്നു. അപ്പോൾ വീട്ടുടയവന്റെ ദാസന്മാർ അവന്റെ അടുക്കൽ ചെന്ന്, യജമാനനെ, വയലിൽ നല്ല വിത്തല്ലയോ വിതച്ചത്? പിന്നെ കള എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചു. ഇത് ശത്രു ചെയ്തതാകുന്നു എന്ന് അവൻ അവരോട് പറഞ്ഞു. ഇന്ന് പകൽക്കാലം നല്ല വിത്ത് വിതയ്ക്കപ്പെടുന്നുവോ അവിടെ കളയും വിതയ്ക്കപ്പെടും. തരിശു കിടക്കുന്ന സ്ഥലത്ത് ഒരിക്കലും കള വിതയ്ക്കാറില്ല. ആ കള വളർന്നാൽ അതവിടെ യഥേഷ്ടം വളരും. എവിടെയാണോ നല്ല വിത്ത്, ഫലം കൊടുക്കുന്ന വിത്ത് ഉണ്ടോ, അവിടെയാണ് കള വിതയ്ക്കപ്പെടുന്നത്. എന്താ? നല്ല വിത്തിന് ആവശ്യമുള്ള വളം, ആവശ്യമായ സംരക്ഷണം യജമാനൻ ചെയ്യുമ്പോ നല്ല വിത്ത് വിതച്ച് ആ വയലിലാണ് ശത്രുവിന് കള വിതയ്ക്കാൻ ഇഷ്ടം. പണ്ടത്തെ ആളുകൾ പറയാറുണ്ട്, കായ്ക്കുന്ന മാവിലെ ഇത്തിലുണ്ടാകാറുള്ളൂ എന്ന് പറയാറുണ്ട്. അതിന്റെ അർത്ഥം, ഈ കാക്ക മാങ്ങ കൊത്തിപ്പറിക്കാൻ വരുമ്പോൾ അതിന്റെ ചുണ്ട് ആ കൊമ്പിൽ വെച്ച് ഇങ്ങനെ ഒരച്ച് വൃത്തിയാക്കും. മറ്റെവിടെ വിത്ത് പറ്റിപ്പിടിക്കും. അടുത്ത മഴയത്ത് അത് കിളിർക്കും. ഫലമില്ലാത്ത മാവിൽ ഇത്തിലുണ്ടാകാറില്ല എന്ന് പൂർവ്വപിതാക്കൾ പറയാറുണ്ട്. കർത്താവിന് വേണ്ടി എന്തെങ്കിലും പ്രയോജനപ്പെടുമെന്ന് മുമ്പിലേക്ക് വന്നാൽ അതിനെ പുറകിലേക്ക് വലിക്കുവാൻ, ആ ദൈവത്തിന് വേണ്ടി നല്ല പ്രവർത്തി ചെയ്യാൻ തീരുമാനമെടുക്കുമ്പോൾ അതിനകത്ത് കള വിതയ്ക്കുവാനാണ് ശത്രുവിന് ഇഷ്ടം. ഇന്ന് പകൽക്കാലം എന്നെയും നിങ്ങളെയും ദൈവം ആഗ്രഹിക്കുന്ന നല്ല ഫലം കൊടുക്കുവാൻ. യേശു കർത്താവ് പറയുന്നു, അല്ലെ, ഞാനൊരു മുന്തിരിത്തോട്ടം ഉണ്ടാക്കി, നല്ല വക മുന്തിരി അതിന് ചക്ക് കുഴിച്ചിട്ടു, അത് ഗോപുരം പണിതു, കാവൽക്കാരെയാക്കി, അതിന്റെ കല്ല് പറക്കി കളഞ്ഞു, അതിന് വളമിട്ടു, വെള്ളമൊഴിച്ചു, എല്ലാം ചെയ്തു. പക്ഷെ കാട്ടുമുന്തിരിങ്ങയാണ് കാച്ചത്. കാട്ടുമുന്തിരിങ്ങ കാച്ചത് കൊണ്ട് ഞാൻ അതിന്റെ വള്ളിത്തല മുറിക്കാതെ അത് പ്രയോജനമില്ലാതിരിക്കും. ഞാൻ അതിന്റെ വേരുകളെ പൊളിച്ചു കളയും. നല്ല മക മുന്തിരി വള്ളി നട്ടു. കർത്താവ് ചോദിക്കുന്നു, എന്തിനാ കാട്ടുമുന്തിരിങ്ങ കാച്ചത്? നമ്മെ കർത്താവ് നട്ടിരിക്കുന്നു നല്ല മുന്തിരി വള്ളിയായിരിക്കാൻ, മറ്റുള്ളവർക്ക് പ്രയോജനം നൽകുന്ന അത് നല്ല മുന്തിരി വള്ളിയായി നമ്മൾ ജീവിക്കുവാനാണ് ദൈവം. കർത്താവിന്റെ തോട്ടത്തിൽ നമ്മെ ദൈവം നട്ടിരിക്കുന്ന നല്ല ഉദ്ദേശത്തോടെയാണ്. ദൈവരാജ്യത്തിന്റെ വക്താക്കളായിട്ടാണ് ദൈവം നമ്മെ നട്ടിരിക്കുന്നത്. ഇവിടെ കർത്താവ് ദൈവത്തെ കുറിച്ച് പറയുന്ന ഉപമയിൽ ഒരു മനുഷ്യൻ നിലത്തിൽ നല്ല വിത്ത് വിതച്ച യജമാനനോട് സദൃശ്യം. കർത്താവ് നമ്മെ എല്ലാവരെയും നല്ല ഉദ്ദേശത്തോടെ നട്ടിരിക്കുന്നു. ഭവനത്തിനകത്ത് നട്ടിരിക്കുന്നത് ആ ഭവനത്തിന്റെ അനുഗ്രഹമായി, ദൈവസഭയ്ക്കകത്ത് നട്ടിരിക്കുന്നത് ദൈവസഭയുടെ അനുഗ്രഹത്തിനായിട്ട്, ഒരു ദേശത്ത് നമ്മെ കൊണ്ട് പാർപ്പിച്ചിരിക്കുന്നത് ആ ദേശത്തിന്റെ അനുഗ്രഹത്തിനായിട്ട്. അപ്പൊ നമ്മെ കുറിച്ചുള്ള ദൈവിക പദ്ധതി നല്ലത് വെളിപ്പെടണമെന്നാണ്. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ പറയുന്നു, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എന്റെ പിതാവും തോട്ടക്കാരനുമാകുന്നു, എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും പറയുന്നു. കായ്ക്കുന്നതിനെയൊക്കെ അധികം ഫലം കായ്ക്കുവാൻ ചെത്തി വെളിപ്പാക്കുന്നു. ക്രിസ്തീയ ജീവിതത്തിനകത്ത് ചില ചെത്തലുകള്, ചില ക്രമീകരണങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. ഒരു ദിവസം വന്ന് ദൈവവചനം കേട്ടിട്ട് ഒരു വചനമെങ്കിലും ഹൃദയത്തിൽ കുത്തുകൊണ്ടില്ലെങ്കിൽ ആ വചനഘോഷം കൊണ്ട് എന്തോ പ്രയോജനം? അപ്പൊ ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കളുടെ ജീവിതത്തിൽ ആ കേൾക്കുന്ന വചനം ഹൃദയത്തിനകത്ത് വേരൂന്നണം. ഒരു വചനമെങ്കിലും നമുക്ക് ഉൾക്കൊള്ളുവാനായിട്ട് കഴിയണം. കഴിഞ്ഞ ഞായറാഴ്ച പ്രസംഗിച്ച വചനം ഏതെന്ന് ചോദിച്ചാൽ എത്ര പേർക്ക് ഉറപ്പോടെ പറയാൻ കഴിയും?
അതെല്ലാം ശത്രു പറയുകയാണ്. എന്താ കാര്യം? ഈ വചനം ഹൃദയത്തിനകത്ത് വേരൂന്നിയാൽ പിശാചിന്റെ പ്രവർത്തികൾ പൊളിയും. അവന് കള വിതയ്ക്കാനായിട്ട് കഴിയുകയില്ല. അവന്റെ കള നശിപ്പിക്കുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ വചനത്തിന്റെ വിത്ത് ശക്തമായി വളർന്നു വരുവാനിടയായി തീരും. നല്ല തഴച്ചു വളരുന്ന വൃക്ഷത്തിന്റെ അടുക്കൽ നിൽക്കുന്ന ചെടികളെല്ലാം തറ്റുപോകുവാനിടയായി തീരും. ഇവിടെ യജമാനൻ പറയുന്നു, ഈ ആരാണ് ഈ കള വിതച്ചെന്ന്? അതെ, ജോലിക്കാർ ചോദിക്കുമ്പോൾ യജമാനൻ പറയുന്നു, ഇത് ശത്രു ചെയ്തതാണ്. നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് വരുന്ന പ്രതികൂലങ്ങൾ, നമ്മൾ അതേ സമയത്ത് വരുന്ന പ്രതിസന്ധികൾ, ഇതെങ്ങനെ വന്നു എന്ന് നമ്മൾ പോലും തിരിച്ചറിയാതെ വേണം. നമ്മൾ അതെ പ്രതീക്ഷിക്കാത്ത സമയത്ത് ഒന്നു മാറി പ്രതികൂലങ്ങൾ ആഞ്ഞടിക്കുന്നുവോ? എന്നെ കുറിച്ചും നിങ്ങളെ കുറിച്ചും ദൈവത്തിന് വലിയ പദ്ധതിയുണ്ട്. ദൈവരാജ്യത്തിലേക്ക് നമ്മെ പറിച്ചു നടുവാൻ കർത്താവ് പാകമാകുന്നതിനെ പറിച്ചു നടുവാൻ തക്കവണ്ണം കർത്താവ് നമ്മെ ഒരുക്കിക്കൊണ്ടിരിക്കുക. ഈ ലോകത്തിലെ ദൈവസഭയ്ക്കകത്ത് നമ്മെ ഒരുക്കുന്നത് നമ്മെ പറിച്ച് ദൈവരാജ്യത്തിൽ നടുവാനായിട്ട്, നല്ല ഫലം കായ്ക്കുന്നതിന് ദൈവരാജ്യത്തിൽ നടുവാൻ. ഒരു 12 വയസ്സുള്ള കുട്ടി മരിക്കുമ്പോൾ അടക്കാരാധനയ്ക്ക് ഭജനം പ്രസംഗിക്കാൻ വന്ന അവന് ദൈവദാസൻ പ്രസംഗിച്ച് പറഞ്ഞ ഒരു അനുഭവം എല്ലാവരും കണ്ണുനീരിലാണ്. ആ വീട്ടിലെ വന്നുകൂടിയവരും ദൈവദാസന്മാർ ഉൾപ്പെടെ കണ്ണുനീരില്ല. 12 വയസ്സുള്ള ഒരു കുട്ടി മരിച്ച ആ വീട്ടിൽ. പക്ഷെ ദൈവദാസൻ പറഞ്ഞ ഒരു അനുഭവം, ഒരു മനുഷ്യൻ തന്റെ തോട്ടത്തിൽ ധാരാളം ചെടികൾ നടും. നല്ലൊരു റോസാപ്പൂവ്, അതിനകത്ത് ഭംഗിയുള്ള റോസാപ്പൂ കണ്ടാൽ അതിന്റെ ഉടയവൻ അതിനെ ഒന്ന് എടുത്ത് മണപ്പിക്കുന്നു. വേണ്ടി വന്നാൽ അതിനൊന്ന് പറിച്ചെടുത്ത് തന്റെ വീട്ടിൽ പോയി മറ്റുള്ളവരെ കാണിക്കുക. ധാരാളം പൂക്കൾ തോട്ടത്തിലുണ്ടെങ്കിലും അതിമനോഹരമായി ഇതിനെ ആ മനുഷ്യൻ ആകർഷിക്കും. അതുപോലെ ഈ കുട്ടി കർത്താവിന്റെ സന്നിധി മനോഹാരിതയായി കണ്ടതുകൊണ്ട് ഈ കുഞ്ഞിനെ കർത്താവ് തന്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടു. ഇന്ന് പകൽക്കാലം എന്നെയും നിങ്ങളെയും ആ കർത്താവിന്റെ രാജ്യത്തിൽ പറിച്ചു നടുവാൻ തക്കവണ്ണം, കർത്താവിനൊന്ന് ഉമ്മം വയ്ക്കുവാൻ തക്കവണ്ണം, കർത്താവിനൊന്ന് കരങ്ങൾ എടുക്കുവാൻ തക്കവണ്ണം നമ്മൾ ഭംഗിയുള്ളതായി മാറിയിട്ടുണ്ടോ? നമ്മൾ തിരസ്കരിക്കപ്പെട്ടവരായി മാറിയിട്ടുണ്ടോ? വിശുദ്ധ ജീവിതത്തിന്റെ ഉടമകളായി നമ്മൾ മാറിയിട്ടുണ്ടോ? ദൈവരാജ്യത്തിൽ നമ്മൾ പ്രാഗൽഭ്യം നേടിയിട്ടുണ്ടോ? എങ്കിൽ കർത്താവ് നമ്മയും പറിച്ചു മാറ്റും. അതുകൊണ്ട് നിരാശപ്പെടുന്നില്ല. ഈ ലോകത്ത് നമ്മളായിരിക്കുമ്പോൾ നമ്മുടെ ലക്ഷ്യം ദൈവരാജ്യമാണ്. ആ ദൈവരാജ്യത്തിലേക്ക് എത്തുവാൻ എനിക്കെന്ത് ചെയ്യുവാൻ കഴിയും? ഇനിയും എന്താണ് എനിക്ക് ഒരുങ്ങുവാനുള്ളത്? നമ്മുടെ ഒരുക്കം പൂർണ്ണമാകുമ്പോഴേ കർത്താവ് തന്റെ സന്നിധി ചേർക്കപ്പെടുകയുള്ളൂ. അതുകൊണ്ട് കർത്താവിന് വേണ്ടി അധികം ഓടുവാൻ, കർത്താവിന് വേണ്ടി ദൈവം നൽകുന്ന ആയുസ് അത്യധ്വാനം ചെയ്യുവാൻ, വേഗത്തിൽ ഓടി കർത്താവിന്റെ വേല തികയ്ക്കുവാൻ നമ്മൾ ബദ്ധപ്പാടുള്ളവരായി തീരണം. അതിനായിട്ടാണ് കർത്താവാക്കി വെച്ചിരിക്കുന്നത്. എങ്ങനെയെങ്കിലും ജീവിച്ച് ഇവിടെ ഇഴഞ്ഞും വലിഞ്ഞും പോകുവാനല്ല, പിന്നെയോ തീഷ്ണതയോടെ കർത്താവിന് വേണ്ടി ഓടി ശിഷ്ടായുസ് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി അധ്വാനിക്കുവാൻ. അതിനായിട്ടാണ് കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത്. ആ ദൈവരാജ്യത്തിന് വേണ്ടി ഒരുക്കപ്പെടുവാൻ നമുക്ക് കഴിഞ്ഞാൽ ഈ ഭൂമിയിലുള്ളതിനെ കുറിച്ച് ചിന്തിച്ച് നമ്മൾ വ്യാകുലപ്പെടേണ്ട കാര്യമില്ല. നമ്മുടെ ദൈവം തന്റെ രാജ്യത്തിലെ അതെ പിഴുതു നടുവാനായിട്ട് യോഗ്യമായി വളരുവാൻ, ഏത് സമയത്ത് കർത്താവ് വന്നാലും അടിയൻ ഇതാ എന്ന് പറയുവാൻ നമ്മൾ ഒരുക്കമാണോ? ദൈവം അനുവദിക്കുകയില്ല. പ്രതിസന്ധികൾക്ക് നിന്നെ തകർക്കുവാൻ കഴിയുകയില്ല. അതിന്റെ 30ാമത് വാക്യം ഒന്ന് വായിക്കാം. രണ്ടും കൂടെ കൊയ്ത്തോളം വളരട്ടെ. രണ്ടും കൂടെ അതെ കളയും കതിരും കൂടെ കൊയ്ത്തോളം വളരട്ടെ. കൊയ്ത്തുകാലത്ത് ഞാൻ കൊയ്യുന്നവരോട് കെട്ടുകളായി കെട്ടുവാനും ഗോതമ്പ് എന്റെ കളപ്പുരയിൽ കൂട്ടിവയ്പ്പാനും കൽപ്പിക്കും എന്ന് പറഞ്ഞു. ഇവിടെ കളയെ പറിച്ച് കെട്ടുകളായി കെട്ടുവാൻ ആദ്യം കൽപ്പിക്കും. കൊയ്യുന്നതിന് മുമ്പ്, നല്ല വിത്ത് കൊയ്യുന്നതിന് മുമ്പ് ആദ്യം കളയെ പറിച്ച്
കെട്ടുവാൻ തക്കവണ്ണം അതേ കൊയ്ത്തുകാരോട് കൽപ്പിക്കും. ഇന്ന് പകൽ അടുത്ത വാക്യം മറ്റൊരു ഭാഗത്ത് പറയുന്നു, ഈ കളയെ ചുട്ടുകളയുവാൻ തക്കവണ്ണം വേർതിരിക്കുവാനിടയായി തീരും. ദൈവരാജ്യത്തിൽ നല്ല വിത്തുകളായി നല്ല മുത്തുകളായി നമ്മൾ ശോഭിച്ചാൽ അപ്പന്റെ മടിയിൽ നമുക്ക് ഇരിക്കുവാനായിട്ട് കഴിയും. ഈ ലോകത്തിലായിരുന്നപ്പോൾ യേശു പറയുന്ന ഒരു ഉപമയുണ്ട്. ലോകത്തിൽ ധനാഢ്യനായ ഒരു മനുഷ്യന്റെ വീട്ടുപടിക്കൽ കിടന്ന മുളം നിറഞ്ഞൊരു മനുഷ്യനുണ്ട്, ലാസർ. ആ മനുഷ്യൻ മരിച്ചപ്പോൾ അബ്രഹാമിന്റെ മടിത്തട്ടിൽ ഇരുന്ന് സന്തോഷിക്കുന്നത് അതെ ആ അനുഭവം കർത്താവ് പറയുന്നു. ദൈവഭയമില്ലാതെ ജീവിച്ച മനുഷ്യൻ യാതനാ സ്ഥലത്ത് പോയപ്പോൾ ലാസർ അബ്രഹാമിന്റെ മടിത്തട്ടിൽ ഇരിക്കുന്നു സന്തോഷിക്കുന്നത് ഈ ധനാഢ്യനായ മനുഷ്യന് കാണുവാനായിട്ട് കഴിഞ്ഞു. ആ മനുഷ്യൻ പറയുകയാണ്, അല്ലയോ അബ്രഹാം പിതാവേ, ലാസറിനെ എന്റെ അടുക്കലേക്ക് അയക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ എന്റെ സഹോദരന്മാരുടെ അടുക്കലേക്ക് അയക്കണം, അവനും ഈ യാതനാ സ്ഥലത്ത് വരാതിരിക്കുവാൻ. ഇന്ന് പകൽക്കാലം ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവരെ നേടുവാൻ നമുക്ക് കഴിയണം. നാം ആരോഗ്യത്തോടെ ഇരിക്കുമ്പോൾ നമ്മുടെ അയൽവാസികളോട്, ചാർച്ചക്കാരോട്, ബന്ധുമിത്രാദികളോട് ഈ ക്രിസ്തുവിന്റെ സ്നേഹത്തെ അവരെ ദൈവസ്നേഹത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞില്ല എങ്കിൽ നമ്മുടെ സമയം കഴിഞ്ഞ് ഇതൊന്നും ചിന്തിച്ചിട്ട് വ്യാകുലപ്പെട്ടിട്ട് കാര്യമില്ല. ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ നമുക്ക് വേണ്ടി കരുതി വച്ചിരിക്കുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ ലക്ഷ്യം ദൈവരാജ്യമാണെങ്കിൽ ആ ദൈവരാജ്യത്തിലെ സത്യം നമ്മൾ തിരിച്ചറിയണം. മത്തായി 4-ാം അധ്യായം അതിന്റെ 17-ാമത് വാക്യം വായിക്കുമ്പോൾ, അന്നു മുതൽ യേശു സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവിൻ എന്ന് പ്രസംഗിച്ചു തുടങ്ങി. സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവീൻ എന്ന് പ്രസംഗിച്ചു തുടങ്ങി. അന്ന് തുടങ്ങിയ മാനസാന്തര പ്രസംഗം കർത്താവിന്റെ 2ാം വരവ് വരെ നിലനിൽക്കും. അപ്പൊ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കണമോ ഒരു മാനസാന്തരം വേണം. ഇന്ന് പകൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എന്റെ ജീവിതത്തിൽ വന്ന മാനസാന്തരം മതിയോ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ? ഇല്ല എങ്കിൽ ശരിയായി അനുദപിക്കുവാനും കരയുവാനും നമുക്ക് കഴിയണം. യേശു കർത്താവിന്റെ ശിഷ്യന്മാർ പലപ്പോഴും യേശുവിനോട് ചോദിച്ചു, കർത്താവേ, ഞങ്ങൾ പലതും വിട്ട് നിന്നെ അനുഗമിച്ചല്ലോ, ഞങ്ങൾക്ക് എന്ത് കിട്ടും? ഈ ലോകത്തിൽ കർത്താവ് ആയിരുന്നപ്പോൾ തന്റെ ശിഷ്യന്മാരോട് പറയുന്ന ഒരു ദൂതുണ്ട്. ലൂക്കോസ് സുവിശേഷം 22-ാം അധ്യായം അതിന്റെ 30-ാമത് വാക്യം, നിങ്ങൾ എന്റെ രാജ്യത്തിൽ എന്റെ മേശയെങ്കിൽ തിന്നുകുടിക്കുകയും സിംഹാസനങ്ങളിൽ ഇരുന്ന് ഇസ്രായേൽ ഗോത്രം 12-നെയും ന്യായം വിധിക്കുകയും ചെയ്യും. യേശു കർത്താവ് തന്റെ ശിഷ്യന്മാർക്ക് കൊടുക്കുന്ന ഒരു വാഗ്ദത്തമാണ്, എന്റെ രാജ്യത്തിൽ എന്റെ മേശയിൽ നിന്ന് നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയും. അത് ഏറ്റവും വലിയ പദവിയാണ്, ഇല്ലേ? ദാവീദ് രാജാവായപ്പോൾ തന്റെ ഭൃത്യന്മാരെ വിളിച്ചു പറഞ്ഞു, യോനാഥാൻ നിമിത്തം ദൈവത്തിന്റെ ദയ കാണിക്കേണ്ടതിന് ശൗലിന്റെ കുടുംബത്തിൽ ആരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടോ എന്ന് അന്വേഷിക്കുവാൻ. ഒരു ഭൃത്യൻ വന്നു പറയുന്നു, 2 കാലം മുടന്തായിട്ട് മെഫീബോശേത്ത് എന്ന് പറയുന്ന ഒരു യൗവനക്കാരനുണ്ട്, അവനെ കൊണ്ടുവരാനായിട്ട് പറയുന്നു. മെഫീബോശേത്തിനെ വിളിക്കാൻ രാജകൊട്ടാരത്തിൽ നിന്ന് ആൾ ചെന്നപ്പോഴേക്കും മെഫീബോശേത്തിന്റെ എന്താ, ദാവീദ് കുരുടന്മാരെ മുടന്തന്മാരെ എല്ലാം രാജ്യത്തുള്ളവരെ കൊന്നുകളഞ്ഞതാണ്. ആഖീശിന്റെ രാജ്യത്തിലുള്ള ആളുകൾ പറഞ്ഞു, ദാവീദിനെ തടുക്കാൻ ഇവിടെയുള്ള കുരുടന്മാരും മുടന്തന്മാരും മതിയെന്ന്. അതുകൊണ്ട് ദാവീദ് രാജാവായപ്പോൾ തന്റെ രാജ്യത്തിലെ കുരുടന്മാരെ മുടന്തന്മാരെ എല്ലാം കൊന്നുകളഞ്ഞു. മെഫീബോശേത്ത് ചിന്തിച്ചു, ഞാൻ മുടന്തനായുണ്ട്, എന്നെയും കൊല്ലാൻ വേണ്ടിയാണ് ദാവീദിന്റെ അടുക്കിലേക്ക് എന്നെ വിളിപ്പിച്ചത്. ഇന്ന് പകൽക്കാലം നമ്മെ കർത്താവ് വിളിക്കുമ്പോൾ നമ്മുടെ മനോഭാവം എന്താണ്? ഉപവസിക്കുന്ന ആളാണ്, പ്രാർത്ഥിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്ന ആളാണ്, പ്രസംഗിക്കുന്ന ആളുടെ ചിന്തയാണോ വരുന്നത്? ഇല്ല. ഈ മെഫീബോശേത്തിന്റെ ചിന്ത പോലെ ഒന്നും പ്രതീക്ഷിക്കാതെ ദൈവത്തിൽ വന്ന അപ്പന്റെ ഇളയ മകൻ മടങ്ങി വരുമ്പോൾ
ഞാൻ നിന്റെ മകനെന്ന പേരിന് യോഗ്യനല്ല, നിന്റെ ഒരു കൂലിക്കാരനെ പോലെ എന്നെ കാണണമെന്ന് ആ സ്നേഹത്തോടെ, ആ താഴ്മയോടെ, ആ മനോഭാവത്തോടെ അവൻ വന്നപ്പോൾ അവൻ മകനായിരുന്നില്ലേ? അതെ, ഒരു കാലത്തും മകനായിരുന്നു. ഇപ്പോൾ മകനെന്ന പദവി ഞാൻ നഷ്ടപ്പെടുത്തി കളഞ്ഞു. നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും ദൈവസ്ഥിതി പിന്മാറിപ്പോയോ? ദൈവം ആഗ്രഹിച്ച പദവിയിൽ നിന്ന് നമ്മൾ അകന്നുപോയോ? ഇന്ന് പകൽ അനുതാപത്തോടെ നിലവിളിയോടെ മടങ്ങി വരുവാൻ ആര് തയ്യാറാകുന്നു? അവരെയാണ് അപ്പൻ ചേർക്കുവാൻ ഇഷ്ടപ്പെടുന്നത്. മെഫീബോശെത്ത് ചത്തമായ പോലെ ഉള്ള എന്നെ പരിഗണിക്കാൻ എന്തുള്ളൂ എന്ന് പറയുമ്പോൾ ദാവീദ് പറയുന്നു, മെഫീബോശെത്ത്, ഇന്നു മുതൽ നീ എന്റെ മേശയിൽ നിന്ന് ഭക്ഷണം കഴിച്ചു കൊള്ളണം. ആ ഒരു മനോഭാവത്തോടെയാണോ നമ്മൾ ദൈവത്തിലേക്ക് വരുന്നത്? ആ ഒരു അനുതാപത്തോടെയാണോ നമ്മൾ ദൈവത്തിലേക്ക് വരുന്നത്? ഈ 3 ദിവസങ്ങൾ ഉപവസിച്ചു. എത്ര പേർക്കാണ് ഒരു തുള്ളി കണ്ണുനീരെങ്കിലും ദൈവത്തിൽ ഒഴിക്കുവാൻ കഴിഞ്ഞത്? എത്ര പേർക്കാണ് അനുതാപത്തോടെ ദൈവത്തിലേക്ക് വരാൻ കഴിഞ്ഞത്? എന്തുകൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്ന പദവിയിലേക്ക് കർത്താവിനെ ഉയർത്തുവാൻ കഴിഞ്ഞില്ല? തന്നെത്താൻ താഴ്ത്തുന്നവനെ സ്വർഗത്തിൽ ദൈവം ഉയർത്തും. യേശു കർത്താവ് അതിന് മാതൃകയാണ്. അത് കർത്താവ് അനുഭവിച്ച പീഡനങ്ങളുടെ നടുവിൽ വായി തുറക്കാതെ രോമം കത്തിരിക്കുന്നതിന് മുമ്പിൽ മിണ്ടാതിരിക്കുന്ന കുഞ്ഞാട് പോലെ യേശു വായി തുറക്കാതിരുന്നു. യേശു കർത്താവിന് സംസാരിക്കാൻ അവസരമുള്ളിടത്തല്ല കർത്താവ് വായി തുറപ്പാതെ ഊമനായിരുന്നു. അതുകൊണ്ട് സ്വർഗത്തിലെ ദൈവം അവനെ ഏറ്റവും ഉയർത്തി. സകല നാമത്തിനും മേലായ നാമം നൽകി. സ്വർലോകത്തിലെയും ഭൂലോകത്തിലെയും അധോലോകത്തിലെ സകല മുഴങ്കാലും യേശുവിന് മടക്കുവാൻ തക്കവണ്ണം കർത്താവിനെ ദൈവം ഉയർത്തി. ഇന്ന് പകൽക്കാലം എന്നെ ഉയർത്തുവാൻ, നിങ്ങളെ ഉയർത്തുവാൻ എന്റെ ദൈവം സർവശക്തനാണ്. ആ കർത്താവ് ഇവിടെ വന്നിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തെ എന്റെ കർത്താവ് ശോധന ചെയ്താൽ എന്നെ ഉയർത്തുവാൻ എന്റെ അപ്പന് കഴിയുമോ? ദൈവരാജ്യത്തിന്റെ ഓഹരിക്കാരാക്കി തീർക്കുവാൻ എന്റെ കർത്താവിന് കഴിയുമോ? പൗലോസിന്റെ വാക്കുകൾ കടമെടുത്ത് പറയട്ടെ, എനിക്കോ പ്രശംസിക്കുവാൻ കർത്താവിന്റെ ക്രൂശിലല്ലാതെ ഇടവരരുത്. നമ്മൾ ലോകത്തെ പലതിനെയും കുറിച്ച് പ്രശംസ ഇല്ല. കർത്താവിന്റെ ക്രൂശിനെ ഉയർത്തുക, കർത്താവിനെ ഉയർത്തുക. എനിക്ക് വേണ്ടി യേശു കർത്താവ് കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് കാൽവരിയിൽ തകർക്കപ്പെട്ട ആ കർത്താവിനെ ഒന്ന് ഉയർത്തുവാൻ നാം തയ്യാറായാൽ നമ്മെ ഉയർത്തുവാൻ കർത്താവ് പ്രസംഗിച്ചു തുടങ്ങി. നമുക്ക് ആ ദൈവരാജ്യത്തിന്റെ ഓഹരിക്കാരായി തീരുക, ദൈവരാജ്യത്തിന്റെ വക്താക്കളാക്കി മാറ്റുവാൻ. അതിനാണ് കർത്താവ് നമ്മെ വിളിച്ചത്. യേശു കർത്താവിന്റെ ശിഷ്യന്മാർ പലപ്പോഴും ചോദിച്ചു, കർത്താവേ, ഞങ്ങൾ സകലവും വിട്ട് നിന്നെ അനുഗമിച്ചല്ലോ, ഞങ്ങൾക്ക് എന്ത് കിട്ടും? കർത്താവ് പറയുന്നു, എന്റെ രാജ്യത്തിൽ നിങ്ങൾ എന്റെ മേശയിൽ നിന്ന് തിന്നു കുടിക്കുക മാത്രമല്ല, നിങ്ങൾ 12 സിംഹാസനങ്ങളിൽ ഇരുന്ന് അതേ ഇസ്രായേൽ ഗോത്രത്തിന് ന്യായം വിധിക്കും. ഇവിടെയല്ല നമുക്ക് ന്യായവിധി വന്നിരിക്കുന്നത്, ഉയരങ്ങളിലാണ്. ആ ഉയരങ്ങളിൽ പങ്കിടുക. അതെ, 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൽ പറയുന്നു, ഇത് കർത്താവിന്റെ മേശയാണ്. എപ്പോഴാണ് ഇത് ഭൂതങ്ങളുടെ മേശയായി മാറുന്നത്? യൂദ ഹൃദയത്തിനകത്ത് ചതിവും വഞ്ചനയും വെച്ചിട്ട് യേശുവിനെ ഒറ്റിക്കൊടുക്കാനുള്ളതായ ആ ചിന്തയും മഹാപുരോഹിതന്മാരുമായി ചില കാര്യങ്ങൾ ഒത്തുതീർപ്പ് കണക്ക് പറഞ്ഞ് യേശുവിനെ ഒറ്റിക്കൊടുക്കുവാനുള്ള ഹൃദയത്തിനകത്ത് ചിന്തയും വെച്ച് ആ ഹൃദയം ശുദ്ധീകരിക്കാതെ ഈ മേശയിൽ പങ്കാളിയായപ്പോൾ അവിടെ പരിശുദ്ധാത്മാവല്ല അവന്റെ ഹൃദയത്തിൽ കടന്നത്. പിന്നെയോ കണ്ണം വാങ്ങിയ ഉടൻ സാത്താൻ അവന്റെ ഹൃദയത്തിൽ കടന്നു. നമ്മുടെ ഈ മേശ കർത്താവിന്റെ മേശയായി നമ്മൾ ഭക്ഷിക്കാൻ നമുക്കൊന്ന് അനുദപിക്കാൻ കഴിയണം, നമുക്കൊന്ന് കരയാൻ കഴിയണം, നമുക്കൊന്ന് ഉടയാൻ കഴിയണം. നമ്മെ ശുദ്ധീകരണത്തിനായി, മാനസാന്തരത്തിനായി നമ്മെ തന്നെ ഏൽപ്പിക്കാം. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാൻ ഒരു നിമിഷം ദൈവത്തോട് പ്രാർത്ഥിക്കാം, കർത്താവിന്റെ സന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കും.
കഴിയുന്നവർക്കെല്ലാം എഴുന്നേറ്റ് നിൽക്കാം. ഹല്ലേലൂയ. കർത്താവേ, ഈ കർത്താവിന്റെ മേശയിലേക്ക് വരുവാൻ ഒരു പ്രാഗൽഭ്യം എനിക്ക് പറയാനില്ല. കർത്താവിന്റെ സന്നിധിയിൽ വിനയത്തോടെ താഴ്മയോടെ മെഫീബോശേത്തിന്റെ അതേ വിനയം പോലെ മകൻ അതേ സമർപ്പിക്കപ്പെട്ടതുപോലെ നിന്റെ കൂലിക്കാരിൽ ഒരുവനെ പോലെ എന്നെ സ്വീകരിക്കണം. യേശുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തെ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അധികാരത്തിൽ ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുമ്പോ ഇന്ന് പകൽക്കാലം ഒരു പടി കൂടെ ദൈവസന്നിധിയിൽ താഴുക, ഒരു പടി കൂടെ ദൈവസന്നിധി വിനയപ്പെടുക. കർത്താവേ, എനിക്ക് പറയാൻ പ്രാഗൽഭ്യമൊന്നുമില്ല. ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു യാഗവസ്തുവിനെ പോലെ എന്നെ ഏൽപ്പിക്കുന്നു. എത്ര പേർക്ക് സമർപ്പിക്കാൻ മനസ്സുണ്ട്? എത്ര പേർക്ക് ദൈവസന്നിധിയിൽ താഴ്ത്തി കൊടുക്കുവാൻ മനസ്സുണ്ട്? തന്നെത്താൻ താഴ്ത്തുന്നവനെ ദൈവം ഉയർത്തും. 1 പത്രോസ് 5:6 പറയുന്നു, അവൻ തക്ക സമയത്ത് ഉയർത്തുവാൻ അവന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പീൻ. കർത്താവ് നമ്മെ ഉയർത്തണമോ? കർത്താവ് ആഗ്രഹിക്കുന്ന സമയത്ത് കർത്താവിന്റെ കൈക്കീഴിൽ നമ്മൾ ആയിരിക്കണം. കർത്താവിന്റെ സന്നിധിയിൽ താഴുവാൻ, കർത്താവിന്റെ സന്നിധി വിധേയപ്പെടുവാൻ, കർത്താവ് നീ എന്തു പറഞ്ഞാലും ഞാനത് ചെയ്യാമെന്ന് പറയുവാൻ. ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ. യേശുവിന്റെ അമ്മ ഗലീലയിലെ കല്യാണ വീട്ടിൽ സ്തോത്രം തന്റെ അവിടുത്തെ ബാല്യക്കാരോട് പറഞ്ഞു, അവൻ നിങ്ങൾ എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവിനെന്ന്. ആ ബാല്യക്കാർ യേശുവിന്റെ വാക്കനുസരിച്ച് ഒഴിയപ്പെട്ട കൽപാത്രങ്ങളിൽ വക്കോളവും വെള്ളവും നിറച്ചു കഴിഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, ഇപ്പോൾ കോരി വിരുന്നുവാഴിക്ക് കൊണ്ടുപോയി കൊടുക്കുവീൻ. അവർ കർത്താവിന്റെ കൽപ്പന അനുസരിച്ച് ആ വെള്ളം നിറച്ചു കഴിഞ്ഞപ്പോൾ ആ കൽപാത്രങ്ങൾ പകരപ്പെട്ട വെള്ളം വീഞ്ഞായി മാറിക്കൊണ്ടിരുന്നത് പോലെ ഇന്ന് പകൽക്കാലം യേശുവിന്റെ കൽപ്പന അനുസരിക്കുക, യേശുവിന്റെ വാക്കനുസരിക്കുക. അങ്ങ് എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്യാമെന്ന് പറയുവാൻ എത്ര പേർ തയ്യാറാകുന്നു? അവർക്ക് പ്രാർത്ഥിച്ചു തുടങ്ങാൻ. കർത്താവേ, എന്റെ സ്ത്രീക്ക് മാറ്റം വരണം. ഇന്നത്തെ